ജനറ്റിക്സും ഡയബറ്റീസും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ട്? കാരണം ഇപ്പോൾ 10 വയസ്സും 12 വയസ്സുള്ള കുട്ടികൾ ഇൻസുലിൻ എടുക്കുന്ന കാര്യം എനിക്കറിയാം. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും? അതായത് ഇതിനകത്ത് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നതാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തി ഈ നമ്മുടെ എന്താ പറയുക പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു അവയവത്തിന് ഡാമേജ് ചെയ്യുകയാണ്. ഡാമേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇൻസുലിൻ പ്രൊഡക്ഷൻ നടക്കത്തില്ല. നടക്കാതെ വരുമ്പം പ്രമേഹം തുടങ്ങും. അത് ചെറിയ പ്രായത്തിൽ തുടങ്ങുന്നൊരു കാര്യമാണ്. അതും ജീവിതശൈലിയായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഓട്ടോഇമ്യൂൺ പ്രശ്നം എന്നാണ് അതിന് പറയുന്നത്. ബോഡിയെ എന്താ പറയുക കൺഫ്യൂഷനായിട്ട് ചെയ്യുന്നതാണ്. കഴിഞ്ഞ തവണ ഒരു ലേഡി വന്നിട്ടുണ്ട്, 21 വയസ്സാണ്. അവരുടെ എന്താ പറയുക പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ബന്ധപ്പെട്ട് ബ്ലീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മെറിന എന്ന് പറയുന്നത് ഇൻസേർട്ട് ചെയ്തിട്ടേക്കുമായിരുന്നു. ഈ മെറിന ഇട്ടതിന് ശേഷം ഇവർക്ക് ടൈപ്പ് 1 ഡയബറ്റീസ് വന്നു. അതായത് അതിനെ ഫോറിൻ ബോഡിയായിട്ട് കൺസിഡർ ചെയ്ത് അതിനെതിരെ ഫൈറ്റ് ചെയ്ത് ഈ പാൻക്രിയാസിൻ്റെ ഡാമേജ് വന്ന് പിന്നെ അത് പ്രമേഹമായി. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഇൻസുലിൻ തന്നെ എടുക്കണം, വേറെ നിവൃത്തില്ല. ആ അവയവം പ്രവർത്തിക്കുന്നില്ല. അതേപോലെ പലർക്കും പല രീതിയിലാണ് കാരണം. ചിലർക്ക് വാക്സിനേഷൻ്റെ ഭാഗമായിട്ടും ഡയബറ്റീസ് കാര്യങ്ങൾ വരാം. പലപ്പോഴും ഹെവി മെറ്റൽസ് പല രീതിയിലുള്ള എന്താ പറയുക കെമിക്കൽസിൻ്റെ ഭാഗമായിട്ടും വരാം. പിന്നെ ജനറ്റിക് ആയിട്ടുള്ള രീതികളും വരാം. അപ്പോൾ അതുകൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് വരാം. അതൊരിക്കലും ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടതല്ല. അത് അവരുടെ എമർജൻസി സിറ്റുവേഷനായിട്ട് ബന്ധപ്പെട്ട് ശരീരത്തിൽ നടക്കുന്ന പല കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് അതുണ്ടാകുന്നത്.